ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്കൊരു അരിപ്പയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കാരമൽസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. ഇപ്പം പഞ്ചസാരയൊക്കെ ഉരുകി ഗോൾഡൻ കളറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര മുഴുവനായിട്ടും ഉരുകി നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഒരു നല്ല ഡാർക്ക് കളറായാൽ ഇനി നമുക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് കൊടുക്കുക. ഇതിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് കൂടുതലായിട്ടൊന്നും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 3/4 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് 3 കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 50 ഗ്രാം ബ്ലാക്ക് റെസിൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 ഡേറ്റ്സ് കട്ട് ചെയ്തതും 1/4 കപ്പ് യെല്ലോ റെസിൻസും അതേപോലെ തന്നെ 1/4 കപ്പ് ചെറിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് കുക്ക് ചെയ്ത് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതും തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പു, 1 കഷ്ണം കറുകപ്പട്ട, 2 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ ഒരു മിക്സിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ലോ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മൈദയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് ചേർത്ത് കൊടുക്കുക. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒന്ന് പോകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 50 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വെന്തിട്ടുണ്ടോ എന്നൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം.
നല്ല ക്ലീനായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.